തൃശ്ശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിലുള്ള നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പുള്ളിക്കടുത്ത് ഗൂഗിൾ മാപ്പിലും സോഷ്യൽ മീഡിയയിലും ഒന്നുമില്ലാത്ത ഒരു അതിമനോഹരമായ ഹിഡൻ സ്പോട്ടുണ്ട്. കൂട്ടിൽമുക്ക് കടവ്. ഗായത്രി പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്ന അവിടെ ഇന്നും തോണി സർവീസ് നടത്തുന്ന ഒരാളുണ്ട്, ഉണ്ണിയേട്ടൻ. കുത്തിമുട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. 3 മക്കളുണ്ട്. എവിടേക്കാച്ചാ ബൊക്ക പറഞ്ഞു ചിരിക്കണ്ട. ആ ഡേറ്റ് കഴിഞ്ഞ് പറഞ്ഞ് എന്നിട്ട് വല്ല ചപ്പ് ചവറോളം കഴിച്ച് വന്നിട്ട് തോട്ടി മുറിച്ചു പറഞ്ഞേ കഴിഞ്ഞ ആഴ്ച വന്നിട്ടേ. നാട്ടുകാർ ഇന്നും ഉപയോഗിക്കുന്ന ഉണ്ണിയേട്ടൻ്റെ നാടൻ തോണിയിൽ ഗ്രാമത്തിൻ്റെ ശാന്തതയും പ്രകൃതി സൗന്ദര്യവും എല്ലാം കണ്ട് കുറച്ച് മീനെല്ലാം പിടിച്ച് ഒരു നാടൻ തോണി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മായന്നൂർ പാലത്തിലാണ്. ഒറ്റപ്പാലത്ത് നിന്ന് 6 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള മായന്നൂരാണ് കൂട്ടിൽമുക്ക് കടവുള്ളത്. അവിടെ മായന്നൂക്കാവിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ കടവ് വരുന്നത്. നമ്മളൊരു ചായയൊക്കെ കുടിച്ച് കടവിലേക്ക് പോവുകയാണ്. നമ്മുടെ തോണിക്കാരൻ ഉണ്ണിയേട്ടൻ തോണിയെല്ലാം റെഡിയാക്കി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ണിയേട്ടൻ്റെ കൈ പിടിച്ച് തോണിയിലേക്ക് കയറി. നമ്മളിപ്പോൾ പോകുന്നത് ഗായത്രി പുഴയിലൂടെയാണ് കേട്ടോ. കൂട്ടിൽമുക്ക് തടയണ വന്ന ശേഷം ഇവിടെ ഏത് വേനൽക്കാലത്തും എപ്പോഴും ഇങ്ങനെ വെള്ളം ഉണ്ടാവും. പണ്ട് വേനൽക്കാലത്ത് വെള്ളം താഴ്ന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പുഴ ഇറങ്ങി നടക്കാമായിരുന്നു. അതുകൊണ്ട് മഴക്കാലത്ത് മാത്രമേ ചാവക്കാട്ട് നിന്നും തോണി വാടകയ്ക്കെടുത്ത് ഇറക്കാറുള്ളായിരുന്നു. തടയണ വന്നതിന് ശേഷമാണ് ഉണ്ണിയേട്ടൻ മുഴുവൻ സമയ കടത്തുകാരനായത്. 15ാമത്തെ വയസ്സിൽ അന്നത്തെ കടത്തുകാരനായിരുന്ന പങ്കിപ്പൊറ്റ തങ്കപ്പൻ നായരെ സഹായിച്ചാണ് ഉണ്ണിയേട്ടൻ്റെ തോണി യാത്രയുടെ തുടക്കം. പിന്നീട് മായന്നൂർ സെൻറ് തോമസ് സ്കൂളിനായി സർക്കാർ അനുവദിച്ച തോണിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. കുത്താമ്പുള്ളിയിലെ സ്കൂൾ കുട്ടികളെ മായന്നൂരെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുവിടുന്നതും എല്ലാം ഉണ്ണിയേട്ടൻ്റെ തോണിയിലാണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കുത്താമ്പുള്ളി മായന്നൂർ പാലം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാലം വന്നാലും കുട്ടികൾക്ക് ഉണ്ണിയേട്ടൻ്റെ തോണി തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം. അത്രയ്ക്കുണ്ട് ഉണ്ണിയേട്ടൻ്റെ ഈ തോണിയുമായുള്ള അവരുടെ ബന്ധം. ഈ ജയപൂജ കഴിയുന്നവരെ വരില്ല പറഞ്ഞു കുട്ടികൾ ഉൾക്കൂടെ ഞങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ആട്ടിവിടില്ലേ ചാട്ടിവിടേ അതൊന്നും ഞങ്ങൾ പോവില്ല, വരില്ല പറയും. 10ാം ക്ലാസ്സിൽ വരും. അത് ഉച്ചയ്ക്ക് ഊണ് വയ്ക്കാൻ വേണ്ടി പോവും. പിന്നെ ഇങ്ങോട്ട് വരില്ല. അത് അനുവാദം ചോദിച്ചിട്ട് സമ്മതപത്രം കൊടുക്കും. ഞാൻ അവരുടെ കൂടെ ഊണ് വയ്ക്കാൻ പോവാ. ഞങ്ങൾക്ക് അവിടെ പോയാലും ഉൺകടലുണ്ട്, പൂരാണ്ടാവും അവിടെ അന്നദാനത്തിന്. ഞങ്ങൾ മറ്റേ മണ്ഡപമുണ്ടല്ലോ അതിൻ്റെ പ്ലാറ്റിൽ ഇരുന്ന് പുറത്തിരുന്നിട്ടാണ് കഴിക്കുക. കുട്ടികൾ ഉൺകൂടെ കൊടുക്കും പോയാൽ പറയും. എന്താ അവിടുത്തെ ലഹളാച്ചിട്ടാ നമ്മളവിടെ ചെന്നാ നമ്മൾ അത്ര സ്നേഹ. പിന്നെ അതെന്താ പറയുക, തെരുവിൽ പട്ടച്ചാളി ഉള്ളപ്പോൾ ഞാൻ നിൽക്കണത് അവിടെ ആ ഒരു സ്നേഹം. ഒരു ഡബിൾ ഞാൻ കാശ് കൊടുത്തിട്ടില്ല ഇതേവരെ. എനിക്ക് എൻ്റെ മരുമക്കൾക്കുള്ളതൊക്കെ കിട്ടും. ഒക്കെ തോണിയിൽ കൊടുത്തരും കുട്ടികൾ. അവിടെ ആ ചെറിയ തോട്ടിയിടൊന്നും ആക്കിയോ, ചെറിയ തോട്ടിയേ ഇട്ട കാറ്റത്ത് അങ്ങോട്ടാണ് ചെയ്യാം. കൈത്തറിക്ക് പേര് കേട്ട കുത്താമ്പുള്ളി തൃശ്ശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. കോടികൾ വിറ്റുവരവുള്ള 100 കണക്കിന് ഹോൾസെയിൽ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളാണ് ഇവിടെയുള്ളത്. പാലം വരുന്നതിന് മുമ്പ് ഈ നാട്ടുകാരുടെ എല്ലാം ഏക ആശ്രയം ഉണ്ണിയേട്ടൻ്റെ ഈ തോണിയായിരുന്നു. കാരണം വെളിപ്പാട് അകലെ മാത്രമുള്ള മായന്നൂരിലേക്കും ഒറ്റപ്പാലത്തേക്കും ഇവർക്ക് എത്തണമെങ്കിൽ ലക്കിടി പാലത്തിൽ കൂടി 22 കിലോമീറ്റർ സഞ്ചരിച്ച് വേണമായിരുന്നു എത്തിച്ചേരാൻ. ആ ഒരു സ്നേഹം ഉണ്ണിയേട്ടനോട് അവർക്ക് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ശോഭരാജ് തന്നെയാണ്. അതെ ശോഭരാജനെ അവൻ ഇന്നിപ്പോ ഇത് നിൽക്കേണ്ട കാര്യം ഉണ്ടാവും. ഇന്ന് മീൻ പിടിക്കാൻ പോരാ, തേരല്ലെന്ന് ഇന്ന് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുകാണ്ടേ മീൻമലയും തൊട്ടിട്ട് ഇരിക്കുക. കുട്ടികൾക്ക് കൂടി ഒരു ഗതി കിട്ടില്ല. പിന്നെ അതാണ് 2 ചെക്കന്മാരുണ്ട് അവനെ, ഈ സ്വീകൃതി കുട്ടന്മാര്. 1 ലിറ്റർ വാങ്ങിച്ച് തുള്ളി കുഴിക്കാണ്ടേ വെറുതെ വാലിട്ട് കളിക്കാം. അത് തലയിൽ നിർത്തി നോക്കി പിന്നെയും തല തുടങ്ങി ആ പടവ് കേടെടുത്ത് തന്നെ ആ പുഴയും പോയി ഈ പുഴയും പോയി. ഇനി നമ്മൾ ആ മാവും തോട്ടിലേക്കാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ പുറപ്പെട്ട കടവിൽ കുറച്ച് കമ്പി വേലിപ്പണിക്കാർ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഭാരതപ്പുഴയുടെ അങ്ങേ കരയിലുള്ള ഒരു മാന്തോപ്പിലാണ് അവരുടെ വർക്ക്. ഇനി അവരെ കൂടെ കയറ്റിക്കൊണ്ട് വേണം പോകാൻ. എന്താ തോണി ഹൈവേ റോഡ് അവിടെ വെട്ടിയായിരുന്നു. അവിടെ വിട്ടാ മരം വിട്, കുറച്ച് വിട്ടാ.
ഇനിയാണ് നമ്മുടെ തോണി യാത്രയിലെ പ്രധാന ട്വിസ്റ്റ്. 2 പുഴകളുടെ സംഗമസ്ഥാനത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഗായത്രി പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നത് ഇവിടെ വച്ചാണ്. നെല്ലിയാമ്പതിയിലെ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗായത്രി പുഴ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്, നെന്മാറ, ആലത്തൂർ വഴി ഒഴുകിയെത്തി മായന്നൂരുള്ള ഈ കൂട്ടിൽമുക്ക് കടവിൽ വെച്ചാണ് ഭാരതപ്പുഴയിലേക്ക് ചേരുന്നത്. അതിമനോഹരമാണ് രാവിലത്തെ ഇവിടുത്തെ കാഴ്ചകൾ. പാലക്കാട് ജില്ലയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണിത്. തിരക്കിൽ നിന്നെല്ലാം മാറി വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ കഴിയില്ല, വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ഈ തോണിയാത്ര തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമോ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. പാലക്കാട് ജില്ലയിലെ വള്ളുവനാട്ടിലുള്ള വരിക്കാശ്ശേരി മനയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. വരിക്കാശ്ശേരി മനയൊക്കെ കാണാൻ വരുന്നവർക്ക് കൃത്യമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടം കൂടെ സന്ദർശിക്കാവുന്നതാണ്. ഉണ്ണിയേട്ടൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അദ്ദേഹത്തെ നേരത്തെ വിളിച്ച് പറഞ്ഞതിന് ശേഷം മാത്രം വരിക. ഇതാണ് കുത്താമ്പുള്ളി ഭാഗത്തെ കടവ്. ഇതും കൂട്ടിൽമുക്ക് കടവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുന്ന് അതിർത്തി അതാ പെട്ടലാണേ. അവിടെ നിന്നാണ് പോയിട്ട് അങ്ങനെ വരണം. സ്ഥലത്തിരിണ്ട്, കുറച്ചൊന്നല്ല. നോടിയിരുന്നോ. ശാന്തമായി ഒഴുകുന്ന നിളാനദി മുറിച്ച് കിടന്ന് നമ്മളങ്ങനെ അക്കരെ എത്താറായേ. കമ്പിവേലി പണിക്കാർ ഇവിടെ ഇറങ്ങുകയാണ്. അവരെ ഇവിടെ വിട്ടിട്ട് നമ്മൾ നേരെ പോണത് മാന്തോപ്പിലേക്കാണ്. ഭാരതപ്പുഴ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് കാണുമ്പോൾ ഒരു 10-30 വർഷം പിന്നോട്ട് പോയതുപോലെ തോന്നും. അതിമനോഹരമായ നിളാനദിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബഹളങ്ങളൊന്നുമില്ലാതെ ഈ നദിയിലൂടെയുള്ള തോണിയാത്ര മറക്കാൻ കഴിയാത്ത ഒരനുഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ പാലക്കാട് ജില്ലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇറങ്ങി ഒരു 10 മിനിറ്റ് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ടാവും യാത്ര. ഈ ഭാഗത്ത് ഭാരതപ്പുഴയുടെ ഇങ്ങേക്കര പാലക്കാടും അങ്ങേക്കര തൃശ്ശൂർ ജില്ലയുമാണ്. നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ സ്ഥലം പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ. ഈ തോട്ടത്തിലുണ്ടാകുന്ന ചക്കയും മാങ്ങയും തേങ്ങയെല്ലാം ഉണ്ണിയേട്ടൻ്റെ ഈ തോണിയിലാണ് അക്കരെ എത്തിക്കാറ്. കാരണം ഇതിനപ്പുറം റെയിൽവേ ലൈൻ പോകുന്നതുകൊണ്ട് വാഹനങ്ങളൊന്നും ഇവിടേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ എന്തൊരു സൈലൻ്റ് ഏരിയ ആണെന്നറിയോ ഇവിടെ. ഉണ്ണിയേട്ടൻ വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്ന വഴി ചെമ്പട്ടിപ്പാറയും തോണിപ്പാറയും കണ്ട് തിരിച്ച് കടവിലേക്ക് പോകാം. ഈ ഭാഗത്തെല്ലാം ഭാരതപ്പുഴ കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. നിളാനദിയുടെ യഥാർത്ഥ ഭംഗി അറിയണമെങ്കിൽ കൂട്ടിൽമുക്ക് കടവിൽ തന്നെ വരണം. വേനൽക്കാലമായിട്ടും കൂടി എല്ലായിടത്തും നല്ല പച്ചപ്പാണ്. 2 പുഴകളുടെ സംഗമസ്ഥാനം ആയതുകൊണ്ടായിരിക്കും ഒരു പ്രത്യേക ഭംഗി. ഇത് കണ്ടോ, ഇതാണ് ചെമ്പട്ടിപ്പാറ. പണ്ട് കാരണന്മാർ ഓരോ പേരിട്ടിരിക്കുന്നതാണ്. ഇത് തോണിപ്പാറ. തോണിയുടെ രൂപത്തിലുള്ള പാറയായതുകൊണ്ടാവും അങ്ങനെ പേരിട്ടിരിക്കുന്നത്. തിരക്കിൽ നിന്നെല്ലാം അകന്ന് മനസ്സ് ഒന്ന് ശാന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തോണിയാത്ര നിങ്ങൾക്ക് 100% ഉപയോഗമാകും. ഒരു തിരക്കുമില്ലാതെ സൈലൻ്റായി സമാധാനത്തോടെ ഈ യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാം. ഒരേ ഒരു കാര്യം, ഉണ്ണിയേട്ടനെ നേരത്തെ വിളിച്ച് പറഞ്ഞതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കണം. ഉണ്ണിയേട്ടൻ ഒരിക്കലും നിരക്ക് ചോദിച്ച് വാങ്ങാറില്ല, അറിഞ്ഞു കൊടുക്കുന്നതാണ് വാങ്ങിക്കുക. ഏത് സമയത്ത് വിളിച്ചാലും ഉണ്ണിയേട്ടൻ തോണിയുമായി റെഡിയാണ്. പക്ഷേ ബെസ്റ്റ് ടൈം അതിരാവിലെയോ വൈകിട്ടോ ആയിരിക്കും. അങ്ങനെ 1.5 മണിക്കൂർ നീളുന്ന നമ്മുടെ ഈ തോണിയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപടി നല്ല നല്ല കാഴ്ചകൾ സമ്മാനിച്ച ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ഈ യാത്രയെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതിന് കൃത്യമായ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു യാത്രയിൽ കാണും വരേക്കും ബൈ.